വളരെ വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് പിന്നെ നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 93. സിനിമയിൽ ഞാൻ പേടിച്ചുകൊണ്ട് അഭിനയിക്കാൻ പോയതാണ്. വളരെ പേടിച്ചുകൊണ്ടാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ പരിചയമില്ല. 50 വർഷത്തോളം നാടകത്തിൽ അഭിനയിച്ച പരിചയമുണ്ട്. അതിനും എനിക്ക് വിഷമമില്ല. പക്ഷെ സിനിമ അഭിനയം നാടകത്തിലെ അഭിനയം രണ്ടും രണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. പേടിച്ചുകൊണ്ടാണ്. അവരോട് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ വരണോ, വന്നാൽ ശരിയാവോ എന്നൊക്കെ ചോദിച്ച്. എന്താ ചേച്ചി അങ്ങനെ പറയണ, ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചതാണ്. വിളിച്ചപ്പം പിന്നെ പോയി. അവര് എന്റെ വിചാരം എന്താന്നോ, ഞാൻ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാമർ ലോകാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത എനിക്ക് ആ കാര്യത്തിൽ ഒരു അപകർഷതാബോധമുണ്ട്. അപ്പൊ അങ്ങനെയും കൂടി ഉണ്ട്, അതും കൂടി ഉണ്ട്. അപ്പൊ ചെന്ന് നോക്കുമ്പോ അതല്ല. അവര് വളരെ വളരെ എന്താന്നാ പറയണ്ടേ, എത്രയോ വർഷം മുമ്പേ ഉള്ള പരിചയം പോലെ സംവിധായകനും പ്രൊഡ്യൂസർമാരും അവിടുത്തെ പിന്നണി പ്രവർത്തകരും ഒക്കെ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. വളരെ സ്നേഹപൂർവമായ ഓരോ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി. അപ്പൊ ഒരു ധൈര്യം കിട്ടി അഭിനയിക്കാൻ. അപ്പം അങ്ങനെ പ്രയാസമില്ലാത്ത ഒരു ടെൻഷൻ ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. എനിക്കും സരസിക്കും അവക്കും അങ്ങനെ തന്നെയാണ്. നാടകം മാത്രമേ പരിചയമുള്ളൂ. പിന്നെ ഉമ്മയും മോനും ഉമ്മമാരും മോനും എല്ലാവരും കൂടെ കുറെ അവാർഡ്. അതെ, കുറെ അവാർഡ് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയതാണ്. ഹൈദരാബാദിൽ പോകുമ്പോ സക്കറിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും സരസയ്ക്കും. അപ്പൊ അവിടെ ഒരു അക്കാദമി അവാർഡ് ഫംഗ്ഷന്റെ അവാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 അപ്പൊ ഞങ്ങൾ 3 പോയി വാങ്ങി വന്നു. പിന്നെ എറണാകുളത്ത് 2 അവാർഡ് ഉണ്ടായിരുന്നു. ഒന്ന് മൂവി സ്ട്രീറ്റ് ഫിലിം അവാർഡ്, അത് പോയി വാങ്ങി. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അത് പോയി വാങ്ങാൻ പറ്റിയില്ല. പിന്നെ നാടക അഭിനയം സിനിമയില് വളരെ ഇതായിട്ടുണ്ട്. അതെന്താ അറിയോ, ഈ KT മുഹമ്മദിന്റെ ഒക്കെ നാടകം, ഇബ്രാഹിം വെങ്ങരയുടെ, അതിലൊക്കെ ഒരുപാട് ഞാൻ മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ സ്ലാങ്, മുസ്ലിം ലാംഗ്വേജ്, കൊളോക്കിയൽ ലാംഗ്വേജ്, അത് വളരെ എനിക്ക് പ്രയോജനപ്പെട്ടു. ഈ സുഡാനി ഫ്രം നൈജീരിയക്ക് അവര് മലപ്പുറം ഭാഷയാണ്, മലപ്പുറം മുസ്ലിം സ്ലാങ് ആണല്ലോ. അപ്പൊ അത് എനിക്ക് ഒരു പ്രയാസം തോന്നാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. നാടകത്തിലെ അഭിനയവും പിന്നെ ഈ KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ്, കാഫർ, അതിലൊക്കെ ഞാൻ ചെറിയ മുസ്ലിം ഒരു പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ അതൊക്കെ എന്നെ വളരെയധികം ഇതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ. സൗബിനൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തല്ലേ. ഞങ്ങൾ പുതിയ ആൾക്കാരല്ലേ, ഞങ്ങളിങ്ങനെ ഓവർ ആക്ഷനൊക്കെ ആയി പോകും ചിലപ്പോ. അപ്പൊ സൗബിൻ ചോദിക്കും, എന്തിനാ അങ്ങനെ വെച്ച മുഖം അങ്ങനെ വെച്ചത്, അയ്യയ്യേ അത്രയൊന്നും വേണ്ട. അപ്പോഴാണ് മനസ്സിലാവണം അത്ര വേണ്ട. അപ്പൊ ഇവരും പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെ വന്നു പോവുക. എന്താ വെച്ചാൽ നാടകത്തിൽ അങ്ങനെയാണല്ലോ, ഓവർ ആക്ഷനും ഓവർ എക്സ്പ്രഷനും ഓവർ ശബ്ദവും. അങ്ങനെ പരന്നു കിടക്കുന്ന ഓഡിയൻസ് അല്ല. അപ്പൊ അവരെ പിന്നിൽ ഞങ്ങൾ ശബ്ദവും എത്തണ എക്സ്പ്രഷൻ കാണൂല, എന്നാലും ഞങ്ങൾ കുറച്ച് ഓവറായിട്ട് ചെയ്തു പോവും. അങ്ങനെയാണ്. പിന്നെ അവാർഡ് കിട്ടിയപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഈ അവാർഡ് ഞാൻ പറയട്ടെ, എന്റെ പ്രദേശത്തുകാരും എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ അച്ഛനാണ് എന്നെ വളർത്തിയെടുത്തത്. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഒരു 8 വയസ്സിൽ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് പ്രോഗ്രാമിന് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഡാൻസ് മാഷും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പിന്നെയാണ് വളരെ ചെറുപ്പത്തിലെ എന്റെ കല്യാണം കഴിഞ്ഞു. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ അച്ഛൻ ഒരു നിബന്ധന വെച്ചു. അന്ന് പന്തല് നിശ്ചയിക്കുന്ന പന്തലില് ഒരു ഇത് വെച്ച അച്ഛൻ പറഞ്ഞു, സാവിത്രി കല്യാണം കഴിഞ്ഞാലും ഡാൻസിന് പോകും, അതിന് സമ്മതമാണ്, നിങ്ങൾ കല്യാണം കഴിയുള്ളൂ, ഇത് കല്യാണം അല്ലെങ്കിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പൊ അവര് സമ്മതാണ് ഇവർക്കൊക്കെ. അപ്പൊ അങ്ങനെയാണ്. അച്ഛൻ അത്രയും ഒരു കലാസ്നേഹിയായിരുന്നു.
വളരെ കലേനെ ആദരിക്കുന്ന ഒരു അച്ഛനായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും വളരെയധികം എന്നെ സ്നേഹത്തോടെ സ്നേഹിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. അതാണ് ഞാൻ ഇതുവരെ എത്താൻ തന്നെ കാരണം. വീട്ടുകാരെ സപ്പോർട്ടും നാട്ടുകാരെ സപ്പോർട്ടും ഒന്നും ഇല്ലെങ്കിൽ പറ്റൂല. അതുപോലെ എൻ്റെ കോഴിക്കോട്ടുകാരാണ് എന്നെ വളർത്തിയത്. കോഴിക്കോട്ടുകാർ നാടകത്തിലൊക്കെ വളരെ എനിക്ക് സ്നേഹവും പ്രോത്സാഹനവും അംഗീകാരവും അനുഗ്രഹവും തന്ന് വളർത്തിയതാണ്. എൻ്റെ കോഴിക്കോട്ടുകാരെ എനിക്ക് മറക്കാനാവില്ല. ഈ അവാർഡ് ഞാൻ കോഴിക്കോട്ടുകാർക്കും ഞങ്ങളുടെ നാടിനും ഒക്കെ സമർപ്പിക്കുകയാണ്. എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവിനും എല്ലാം വളരെ വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിലൊരു വളരെ ദുഃഖമുള്ളത്, സുഡാനി ഫ്രം നൈജീരിയയിൽ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ള KTC അബ്ദുള്ളക്ക വളരെ സ്നേഹമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സ്നേഹം മാത്രം, അത് ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇയാൾ അബ്ദുള്ളക്ക ഇന്നില്ല. അത് വളരെ വേദന, വളരെ വേർപാടിൽ വളരെ വേദനിക്കുന്നു ഞാൻ. അപ്പോൾ ഈ അവാർഡിൻ്റെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുള്ളക്ക വളരെ സന്തോഷിക്കും. അങ്ങനെ അത് അദ്ദേഹം വിട്ടുപിരിഞ്ഞതിൽ എന്നോട് എല്ലാവരും ചോദിക്കുക, അബ്ദുള്ളക്ക മരിച്ചിട്ട് പിറ്റേന്ന് ഞാനൊന്ന് ടൗണിൽ പോയപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുകയാണ്, തോണ പോയില്ലേ? അപ്പം എനിക്ക് വളരെ വല്ലാത്ത സങ്കടമായി. അങ്ങനെ ചോദിച്ചല്ല, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ തോണ പോയില്ലേ? അപ്പം അത്രയ്ക്കും അബ്ദുള്ളക്ക വളരെ തന്മയത്വമായി വളരെ ഞങ്ങൾ ഇഴുകി ചേർന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സുഡാനിയിൽ. അപ്പം എത്തിച്ചേർന്നത് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ വന്നു, ഞങ്ങളെ വിളിച്ചതാണ്. അവർ പറഞ്ഞു ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പിന്നെ വിളിക്കുകയാണ്, നിങ്ങൾ വരണം. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സിനിമയൊന്നും ചെയ്ത് ശീലമില്ല, പരിചയമില്ല. അപ്പം ഞങ്ങൾ നാടകത്തിലെ അഭിനയവും ഈ സിനിമയ്ക്കുള്ള അഭിനയം